പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ സെഗ്മെൻ്റാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ ഈ ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ചാരവശാലുള്ള മാറ്റവും അതിൻ്റെ ശുഭാശുഭങ്ങളും ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 വൃശ്ചിക മാസം 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള, അതായത് 2024 നവംബർ മാസം 19-ാം തീയതി മുതൽ 25 തീയതി വരെയുള്ള, ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മേടൻ രാശി എന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. മേടൻ രാശിക്കാർക്ക് ഈ വാരത്തിൽ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ഇടവത്തിൽ വ്യാഴം, 3-ാം ഭാവത്തിൽ മിഥുനത്തിൽ ചന്ദ്രൻ, 4-ാം ഭാവത്തിൽ ചൊവ്വ, 6-ാം ഭാവത്തിൽ കന്നിയിൽ കേതു, അഷ്ടമത്തിൽ വൃശ്ചികത്തിൽ സൂര്യനും ബുധനും, 9-ാം ഭാവത്തിൽ ശുക്രൻ, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ ശനി, 12-ാം ഭാവത്തിൽ രാഹു. ഇവിടെ മേടം രാശിക്കാർക്ക് യാത്രയ്ക്ക് പ്രയാണ അനുകൂലമായ സമയമാകുന്നു. യാത്രാപതിയായ ഗ്രഹം ശുക്രൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. പലപ്പോഴും യാത്രയിൽ ചില പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകാം, സ്ത്രീ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അവിടെ മേടൻ രാശിക്കാർ ശ്രദ്ധിക്കണം. സ്വതവേ ചൊവ്വാക്ഷേത്രമായതിനാൽ മേടൻ രാശിക്കാർ വളരെ പെട്ടെന്ന് എടുത്തു ചാടും. അതിനാൽ എടുത്തു ചാടി സ്ത്രീ വിഷയത്തിലോ വിവാഹ വിഷയത്തിലോ സഞ്ചരിക്കേണ്ടുന്ന സമയമല്ല. വിവാഹ തീരുമാനത്തിന് അനുകൂലമായ സമയമാണ്. എങ്കിലും അഷ്ടമത്തിൽ ആദിത്യൻ ബുദ്ധിപൂർവമല്ലാത്ത ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഇവിടെ ബുദ്ധിപതിയായ 5-ാം ഭാവാധിപനായ ഗ്രഹം സൂര്യനാണ് വളരെ ദുർബലമായി അഷ്ടമത്തിൽ നിൽക്കുന്നത്. ക്രിയാലംബടസ്ഥ അഷ്ടമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യവസ്തു വസുക്ഷീണത ദസ്യുതോവാ വിലംബാത് വിപത് ഗുഹ്യജ ഭാനുനോഗ്ര ഭവേത് എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. എടുത്തു ചാടി പ്രയാസങ്ങളിൽ പെടും. ദേശം വിട്ടുപോയ സ്ത്രീയെ ആഗ്രഹിക്കും. അതിലൂടെ തനിക്ക് അപമാനങ്ങളും നാശങ്ങളും ധനനഷ്ടവും ഉണ്ടാകും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക സ്ത്രീ വിഷയത്തിൽ. ശാരീരികമായി ഉദരസംബന്ധമായ രോഗം, സ്പൈൽസുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടുന്ന സമയമാണ്. അതിനപ്പുറം മേടൻ രാശിക്കാർക്ക് സന്താന വിഷയത്തിലും വളരെയധികം ക്ലേശങ്ങൾ കാണപ്പെടും. കാരണം സന്താനപതിയായ ഗ്രഹമാണ് വളരെ ദുർബലമായി 8-ൽ നിൽക്കുന്നത്. സ്വൽപാത്മജോ നിധനകെ വികലേക്ഷണ. 8-ൽ ആദിത്യൻ വന്നാൽ ഏത് പാപഗ്രഹങ്ങൾ വന്നാലും സ്വൽപാത്മജ, സന്താന വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ വരിക, സന്താനങ്ങൾ അല്പസന്താനങ്ങളായി മാറുക. വികലേക്ഷണ, നോട്ടത്തിന് വൈകല്യം ഉണ്ടാവുക. അതിനാൽ ഉദരരോഗം, സന്താനങ്ങൾക്കുള്ള അരിഷ്ടത, നേത്രസംബന്ധമായ ദുരിതങ്ങൾ മേടൻ രാശിക്കാർക്ക് വരുന്ന വാരമാകുന്നു. വളരെയധികം ശാരീരിക വിഷയത്തിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ എബോർഷനാകാനുള്ള അവസരം ധാരാളം കൈവരുന്നു. അതിനാൽ ഗർഭിണികൾ വളരെയധികം ജാഗ്രത പാലിക്കുക. സഹോദര ഗുണം പ്രായണ കുറയുന്ന സമയമാണ്. ഇവിടെ സഹോദര കാരകനായ ചൊവ്വ നീചസ്ഥനാണ്. 3-ാം ഭാവമാകുന്നു സഹോദര വിഷയം ചിന്തിക്കേണ്ടത്. ആ ഗ്രഹമാണ് നീചസ്ഥനായി അഷ്ടമത്തിൽ നിൽക്കുന്നത്. അതിനാൽ സഹോദര ഗുണം കുറയുന്നു. രേഖാപരമായ പല കാര്യങ്ങളിലും പ്രയാസം അനുഭവിക്കേണ്ടുന്ന വാരമാകുന്നു. രേഖാപതിയായ ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. രേഖ മറന്നു പോവുക, അല്ലെങ്കിൽ ചില രേഖകളിൽ കൃത്രിമത്വം ആരോപിച്ച് തനിക്കെതിരെ പോലീസ് കേസ് വരുന്ന സമയമാണ്. അഷ്ടമത്തിൽ സൂര്യനും ബുധനും വരുമ്പോൾ നൃപസേനയ, പോലീസിൻ്റെ സേന, അല്ലെങ്കിൽ കോടതി, അതല്ലെങ്കിൽ ബഹുജനങ്ങളുമായി വലിയ തർക്കത്തിൽ ഏർപ്പെടേണ്ടുന്ന വാരമാകുന്നു. ഒരിക്കലും നമ്മളുടെ ഡിഗ്നിറ്റി കൈവശം വന്നാൽ നമ്മൾ കള്ളനായി മുദ്ര കുത്തപ്പെടും ഈ ഒരു വാരത്തിൽ. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. രേഖകൾ കൊണ്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വാങ്ങിയ രേഖ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ കൈമോശം വരിക, നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ മേടൻ രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരും. മേടൻ രാശിക്കാർ സന്താന ശ്രേയസ്സിനായി മക്കൾക്ക് വേണ്ടി, ചെറിയ കുട്ടികളാണെങ്കിൽ കർഗഹോമം ചെയ്യണം. 12 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ, അതിന് മുകളിലുള്ളവരാണെങ്കിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക. അതേ രീതിയിൽ ബുധക്ഷേത്രത്തിൽ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളായ ബുധൻ്റെ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ, പുഷ്പാഞ്ജലി പായസം വഴിപാടായി ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ശത്രുജന്യമായ ദോഷങ്ങൾ മാറാൻ നരസിംഹക്ഷേത്രത്തിൽ പാനകം വഴിപാടായി സമർപ്പിക്കുന്നതും വളരെ ഗുണകരമാണ്. കർമ്മമേഖലയിൽ ബുദ്ധിമുട്ടുകൾ ഒന്നും വരില്ല. അതേ രീതിയിൽ സാമ്പത്തികമായി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു ഈ ഒരു വാരം.
ഭഗോ ത്രിത്രികേണ പുരേക്കേന പൗരാഹ കുസീതേന വൃതിരസ്മൈ ദധീരൻ. പലിശ കൊണ്ട് ധാരാളം കാശുണ്ടാകുമെന്നാണ്. അതിനാൽ പലിശ കൊടുക്കുന്നവർക്കും ധനകാര്യ സ്ഥാപനങ്ങൾ ധനവുമായിട്ട് ബന്ധപ്പെടുന്നവർക്കും അതിനപ്പുറം ഷെയർ മാർക്കറ്റിൽ ബാങ്കുകളുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളോ ഷെയറുകളോ എടുക്കുന്ന വ്യക്തികൾക്കും ഈ വാരം വളരെ അനുകൂലമായിരിക്കും. ശാരീരികമായി പാദങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നോക്കണം. നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. കണ്ണുകൾക്കുണ്ടാകുന്ന പരിക്കുകളും ക്ലേശങ്ങളും ദുർബലമായ നാഡീ ഞരമ്പുകളും കണ്ണുകൾക്ക് വരുന്ന സമയമാണ്. ശ്രദ്ധിക്കണം. പരിഹാരങ്ങളും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഭാവി ഒരാഴ്ച ആശംസിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ വ്യാഴം, 2-ാം ഭാവത്തിൽ ചന്ദ്രൻ, 3-ൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ കേതു, 7-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, അഷ്ടമത്തിൽ ശുക്രൻ, 10-ാം ഭാവത്തിൽ ശനി, 11-ാം ഭാവത്തിൽ രാഹു. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് പ്രായേണ ഒരു മഹാപരിവർത്തന യോഗമുണ്ട്. ലഗ്നാധിപനായ ശുക്രൻ, രാശിയുടെ അധിപനായ ശുക്രൻ അഷ്ടമത്തിൽ വ്യാഴക്ഷേത്രത്തിലും അഷ്ടമാധിപനായ വ്യാഴം ഇടവൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഗ്രഹങ്ങളുടെ പരിവർത്തന യോഗമുണ്ട്. ഇതൊരു വളരെ ശക്തമായ പരിവർത്തന യോഗം എന്ന് പറഞ്ഞുകൂടാ. എങ്കിലും പരിവർത്തനം ഒരു രാജയോഗമാണ്. പരിവർത്തനം രാജയോഗമാണെന്ന് പറയുന്നു. അതിനാൽ പ്രായണ ഇടവൻ രാശിക്കാർക്ക് കുറച്ചും കൂടി നന്മകളൊക്കെ കാണുന്നു. രാശിക്കൊരു അധിയോഗമുണ്ട്. കാരണം മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ 6-ലും 7-ലും നിൽക്കുന്ന ബുധനും ശുക്രനും അധിയോഗം പ്രദാനം ചെയ്യുന്നു. അധിയോഗത്തിൽ ഒരു ഗ്രഹമാണ് നിൽക്കുന്നതെങ്കിൽ അത് ചമൂപൻ ലീഡർഷിപ്പും, 2 ഗ്രഹങ്ങളാണെങ്കിൽ സജീവൻ മന്ത്രി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും, 3 ഗ്രഹങ്ങളാണെങ്കിൽ രാജയോഗവുമാകുന്നു. ഇവിടെ വ്യാഴത്തിന് ഒരു അനഭായോഗം കൊടുക്കുന്നു ചന്ദ്രൻ. ചന്ദ്രൻ്റെ 2-ലാണ് വ്യാഴം നിൽക്കുന്നത്. പ്രഭുര അഗതശരീര ശീലവാൻ ഖ്യാതകീർത്തി വിഷയസുഖ സുവേഷ നിർവൃതച്ച അനഭായാം. അഗതശരീര രോഗം വിട്ടുപോവുക, കീർത്തിമാനാവുക, പ്രശസ്തിയും കീർത്തിയും ലഭിക്കുക, എല്ലാ വിഷയസുഖങ്ങളും ലഭിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് 2-ലെ ചന്ദ്രൻ ഹിമാംശേ വസുസ്ഥാനകെ ധാന്യലാഭ ശരീരേതി സൗഖ്യം വിലാസോങ്കനാനാം. മിഥുനത്തിലെ ചന്ദ്രനാണ്. അങ്കനകളുമായി വിലാസത്തിൽ ഏർപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫലമായി പലപ്പോഴും തൻ്റെ കുടുംബത്തിനോടുള്ള താല്പര്യം കുറയുക. ഏത് ദേവസ്ത്രീയും തൻ്റെ അധീനതയിൽ വരുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു 2-ലെ ചന്ദ്രനി. അതിനാൽ സാമ്പത്തികമായും നല്ല ചില മാറ്റങ്ങളാകാം. പ്രത്യേകിച്ച് ബ്രോക്കർമാർ, ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, സാമ്പത്തികമായി കളിക്കുന്ന വ്യക്തികൾ, ഇവർക്കൊക്കെ തന്നെ സാമ്പത്തികമായ നല്ല ചില ഗുണഫലങ്ങൾ വരുന്ന സമയമാണ്. വിവാഹ തീരുമാനങ്ങൾക്കും അനുകൂലമായ സമയമാണ്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹം ബുധൻ വിവാഹ വിഷയത്തിൽ വളരെ അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പര്യാപ്തമാക്കുന്നു. ഇവിടെ വിവാഹവതിയായ ശനി നീചസ്ഥനാണ്. അതിനാൽ പുത്തൻ വിവാഹവുമായിട്ട് ബന്ധപ്പെടുന്ന തീരുമാനങ്ങൾ, വരനും വധുവും പരസ്പരം കാണുക, തീരുമാനങ്ങൾ എടുക്കുക, ഇതിനൊക്കെ ഈ ഒരു ബുധൻ വളരെ ശക്തനാണ്. ആ ബുധൻ ധനാധിപനായി വ്യാഴത്തിനെ നോക്കുമ്പോൾ തന്നെ അത് മാനവശ്രേഷ്ഠ യോഗവുമാണ്. നല്ല ഒരു യോഗമാകുന്നു. ശാരീരികമായി ശ്രദ്ധിക്കണം. ഷുഗർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നോക്കണം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ്, മൂത്രാശയങ്ങളുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെ ശ്രദ്ധിക്കണം. പല്ലുകൾക്ക് വികൃതി, സ്ഥാനചലനം വരുന്ന സമയമാണ്. ദന്ത ഡോക്ടറെ കാണുന്നത് വളരെ ഗുണമാണ്. ധനപരമായ വിഷയത്തിൽ വളരെ അനുകൂലമാണ്. സാമ്പത്തികമായി വലിയ പ്രയാസങ്ങളൊന്നും ഈ വാരത്തില്ല. പല രീതിയിലെ ധനാഗമ മാർഗം തനിക്ക് തെളിഞ്ഞു വരും. കർമ്മമേഖല വളരെ ശക്തമായി സാന്നിധ്യമുണ്ട്. ശശമഹായോഗമാണ്. അമ്മയെ ശുശ്രൂഷിക്കുവാനുള്ള നല്ല അവസരങ്ങളൊക്കെ ലഭിക്കും. മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാം. തൻ്റെ ജോലിയിലും തനിക്ക് അങ്ങനെയാണ്. രാജാവിന് പ്രിയപ്പെട്ട ആളാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തൻ്റെ അധികാരി തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതിലൂടെ ധനപരമായ അഭിവൃദ്ധിയും വരുന്ന കാലമാകുന്നു ഈ ഒരു വാരക്കാലം. ഇവിടെ ദോഷപരിഹാരമായി വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം ചെയ്യുക. ശാരീരികമായ വിഷയത്തിലേക്ക് ദേഹമുട്ട് വഴിപാടെ ചെയ്യുക. ശത്രു ധാരാളം വരും. കാരണം 7-ാം ഭാവത്തിൽ സൂര്യനാണ്. 7-ലെ സൂര്യൻ അങ്ങനെയാണ്, ശത്രുക്കളെ ഉണ്ടാക്കും. അതേ രീതിയിൽ ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ഇല്ലാതെ നോക്കണം. ഇവിടെ ദാമ്പത്യം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചൊവ്വ നീചസ്ഥനാണ്. 7-ൽ സൂര്യൻ വരുമ്പോൾ
സ്ത്രീബിർഗത പരിഭവം, സ്ത്രീകൾക്ക് തന്നോട് പരിഭവമുണ്ടെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഭാര്യയായാലും അന്യ സ്ത്രീകളായാലും സൗഹൃദ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. അവർക്ക് പരിഭവങ്ങളില്ലാതെ നിങ്ങൾ നോക്കേണ്ടതാണ്. ശത്രുപരമായ ദോഷം മാറാൻ വേണ്ടി ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര ഗുരുതി അല്ലെങ്കിൽ മുട്ടറക്കുക, ശത്രുമുട്ടി ചെയ്യുക. ഇതെല്ലാം തന്നെ ഒരു പരിധിവരെ ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ഊർജ്ജസ്വലത അല്ലെങ്കിൽ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു മാനസികമായ ബലത്തെ പ്രദാനം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മിഥുന രാശി എന്നാൽ മകേരി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു. ഇന്ന് മിഥുന രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രൻ, 4-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 7-ാം ഭാവത്തിൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ ശനി, 10-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ വ്യാഴം. ഇവിടെ ഇന്ന് മിഥുന രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ അത്ര ബലവാനല്ല. വിദുർഗോ കുളീരാജകസൻ വപുസ്തോ ധനാദ്യർത്ഥമാനന്ദ ലാവണ്യപൂർണം. ചന്ദ്രൻ തൻ്റെ ഉച്ചക്ഷേത്രമായ ഇടവത്തിലും അതേ രീതിയിൽ ശക്തമായ മേടൻ രാശിയിലും കർക്കിടക രാശി സ്വന്തം ക്ഷേത്രമായ കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ ധനാധ്യക്ഷം ആനന്ദലാവണ്യപൂർണം, ധനം വരുന്നു, ആനന്ദലാവണ്യപൂർണമായി ജീവിക്കുന്നു എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. മറ്റേത് ക്ഷേത്രത്തിലും ചന്ദ്രൻ വരികയാണെങ്കിൽ വിധത്തേതമം ക്ഷീണദേഹം ദരിദ്രം, അയാൾക്ക് ദേഹക്ഷീണം ഉണ്ടാകുന്നു, അയാൾ ദരിദ്രനാകുന്നു. ജഡം ശ്രോത്രഹീനം നരം ശേഷലഗ്നി, ഒരു ജഡമായ അവസ്ഥ ശാരീരികമായിട്ട്. അതേ രീതിയിൽ ചെവികൾക്ക് വയ്യായിക വരുന്നു എന്നൊരു ഫലമാണ് മറ്റെല്ലാ രാശിയിലും പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ആരോഗ്യവിഷയം മിഥുന രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ മിഥുന രാശിയുടെ അധിപനായ ബുധൻ വളരെ ദുർബലമായാണ് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നത്. അതിനാൽ ആരോഗ്യവിഷയം വളരെയധികം ശ്രദ്ധിക്കുക. രേഖാപരമായ വിവാദങ്ങൾ വരും, ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. അതിനാൽ ശത്രുജന്യമായ പരിഹാരങ്ങൾക്ക് നിർബന്ധമായും നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, സുദർശന പുഷ്പാഞ്ജലിയും വഴിപാടായി ചെയ്യുക. വിരോധോ ജനാനാം നിരോധോ രിപൂണാം പ്രബോധോ യതീനാം ച രോധോനിലാനാം. ജനങ്ങളുമായിട്ടുള്ള വിരോധം, ശത്രുക്കൾ തൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തും, വായുസംബന്ധമായ ബുദ്ധിമുട്ട് ശാരീരികമായി ബാധിക്കും. തനിക്ക് തൻ്റെ അത്യുത്സാഹത്തിലൂടെ ധനസമ്പാദന മാർഗവും പറഞ്ഞിട്ടുണ്ട്. 6-ൽ സൂര്യനാണ്. അതിനാൽ പലപ്പോഴും ചില ബ്രോക്കർമാർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വ്യക്തികൾക്കൊക്കെ തന്നെ ചില രീതിയിൽ തരികിട അല്ലെങ്കിൽ വഞ്ചനയൊക്കെ കാണിച്ച് അർത്ഥകൃത് ധനം ബലാത്കാരാണ് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും തൻ്റെ മൊറാലിറ്റി, ഡിഗ്നിറ്റി ഇതൊന്നും മിഥുന രാശിക്കാർ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഭാരമല്ല. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കും എന്ന ചിന്ത, അത് തട്ടിപ്പറിച്ചിട്ടാണെങ്കിലും ആ ഒരു ശ്രമം നടത്തും മിഥുന രാശിക്കാർ ഈ ഒരു വാരത്ത്. അതേ രീതിയിൽ വീട് വിട്ട് സഞ്ചരിക്കേണ്ടി വരും. അത്ര സ്വസ്ഥമായ ഫാമിലി ലൈഫ് ആകണമെന്നില്ല. വീട് വിട്ട് സഞ്ചരിച്ച് ആ രീതിയിലുള്ള ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അജ്ഞാതവാസം എന്നാണ്, ദേശം വിട്ട് സഞ്ചരിക്കേണ്ടി വരിക. ഭയം, പല കാര്യങ്ങൾക്കും ഭയമുണ്ടാകുക. ഇതര ക്രിയാഭിഗമനം, തൻ്റെ ഒരു തൊഴിൽ മാറി മറ്റൊരു തൊഴിലിലേക്ക് താൻ ശ്രദ്ധിക്കുക. അവിടെ അക്കരെ പച്ച പോലെ തോന്നുക. പുറത്ത് നല്ല സാധ്യതകൾ ഉണ്ടെങ്കിലും അതും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയി തൻ്റെ ഭാഗ്യം പരീക്ഷിക്കുന്നൊരവസ്ഥ മിഥുന രാശിക്കാർക്കുണ്ടാകും. പലപ്പോഴും കുട്ടിത്തം മാറാത്തൊരു പ്രകടനം മിഥുന രാശിക്കാർ കാഴ്ചവെക്കും. കുമാരനാണ് ബുധൻ, കുമാരോ ബുധഃ. അതിനാൽ തൻ്റെ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തണം. വാഹനാപകടം ശ്രദ്ധിക്കണം. അതേ രീതിയിൽ 6-ാം ഭാവത്തിലെ ബുധൻ വളരെയധികം ക്ലേശങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന വാരമാകുന്നു. നിർബന്ധമായും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന, സുദർശന പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. ദാമ്പത്യത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ഐക്യമത്യ അർച്ചന ചെയ്യുക. കർമ്മതടസ്സം മാറട്ടെ. കർമാധിപനായ ഗ്രഹം 12-ലാണ്. അതിനാൽ കർമ്മതടസ്സം മാറിക്കിട്ടാൻ വേണ്ടി, ശത്രുജന്യമായ ദോഷങ്ങൾ മാറാൻ വേണ്ടി സുദർശന പുഷ്പാഞ്ജലിയും പാൽപ്പായസം വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ മിഥുന രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയം പ്രദാനം ചെയ്യും. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും ആ ഒരു അവസരത്തെ ഉപയോഗിക്കുക. ശാരീരികമായി മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. നോ കളത്രാന്നാണ്. കളത്രം എന്നാൽ 7-ാം ഭാവമാണ്, ജംഘമാണ്, ലിംഗപ്രദേശമാകുന്നു. ആ ഭാഗത്ത് അസ്വസ്ഥതകൾ വരും. അതിനാൽ ശ്രദ്ധിക്കുക. ശാരീരികമായി മൂത്രാശയ വിഷയങ്ങൾ, രാത്രി യാത്ര വളരെയധികം ശ്രദ്ധിക്കുക. മിഥുന രാശി നിശാരാശിയാകുന്നു. രാത്രി യാത്രയിൽ അപകടങ്ങളുണ്ടാകും. അതേ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു വാരമല്ല. 2-ാം ഭാവത്തിൽ ചൊവ്വ
നീചസ്ഥനായി നിൽക്കുന്നു. അത് ഋണം, കടത്തിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. അതിനാൽ സാമ്പത്തികമായ കടബാധ്യതകൾ വന്ന് തൻ്റെ രേഖകൾ നഷ്ടപ്പെടുക, ബാങ്ക് തൻ്റെ സ്വത്ത് കൊണ്ടുപോവുക, ഇത് വളരെയധികം ശ്രദ്ധിക്കണം മിഥുനം രാശിക്കാർ. ചില സ്ത്രീ സൗഹൃദങ്ങൾ വളരെയധികം ഗുണങ്ങൾ ചെയ്യും. സ്ത്രീകളിലൂടെ ധനം കിട്ടുമെന്നാണ്. സ്ത്രീകൾ തനിക്ക് സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്യുന്ന വാരമാകുന്നു ഈ ഒരു വാരം. മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മിഥുനം രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.